പ്രിയ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. മദീനയിലെ പ്രശസ്തമായ ഉഹുദ് യുദ്ധം നടന്ന ഭൂമിയിലേക്കുള്ള ഒരു യാത്രയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ യാത്രയിൽ ഞങ്ങളുടെ അമീറായ ഇബ്രാഹിം ഫൈസി അരിക്കേട്ടി ഉസ്താദിൻ്റെ വാക്കുകൾ നമുക്കാദ്യം കേൾക്കാം. സ്വർഗത്തിൻ്റെ താഴ്വരയിലേക്ക് പോകാറുള്ളത് അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ യാത്രയിൽ നമുക്ക് ഏറെ അനുഗ്രഹം നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. ഇനി നമ്മൾ പോകുന്നത് സ്വർഗത്തിന്റെ താഴ്വരയിലേക്കാണ്. അതായത് ഉഹദ് എന്ന് പറയുന്ന വിശാലമായ പർവ്വതം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉഹദ് യുഹിബ്ബുനാ വനുഹിബ്ബുഹു, ഉഹദ് യുഹിബ്ബുനാ വനുഹിബ്ബുഹു. ഉഹദിന് നമ്മളോട് ഇഷ്ടമാണ്, നമുക്ക് ഉഹദിനോടും ഇഷ്ടമാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ ഒരു മല മുൻപല്ല് പൊട്ടി ഷഹാദത്ത് വരിച്ചു. അവിടുത്തെ ശരീരത്തിൽ നിന്ന് പുണ്യമേനയിൽ നിന്ന് തുടുനിലം നിലത്തിട്ട് ഭൂമി കരഞ്ഞു, ആകാശം തേങ്ങി. അങ്ങനെ മുഴുവനും വിഷമിച്ച ഒരു ഘട്ടം. ആ ഘട്ടത്തിൽ സയ്യിദുനാ ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ഇതിനെ പോലെയുള്ള ചുറുചുറുക്കുള്ള ആളുകൾ, ഇസ്ലാമിന്റെ മുന്നണി പോരാളികൾ രക്തസാക്ഷിത്വം വഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഉഹദിൽ കയറിയപ്പോൾ ഉഹദ് വല്ലാതെ ഒന്ന് പ്രകമ്പനം കൊണ്ടു, ഉഹദ് ഒന്ന് കുലുങ്ങാൻ തുടങ്ങി. അപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, അനങ്ങരുത് ഉഹദേ, അലൈക നബിയ്യുൻ വശഹീദ്, അലൈക നബിയ്യുൻ വശഹീദാനി, അലൈക നബിയ്യുൻ വസിദ്ദീഖുൻ വശഹീദാനി. ആരാണ് കയറിയത് എന്നറിയുമോ? അലൈക നബിയ്യുൻ, ഒരു നബിയാണ്, പിന്നെ സിദ്ദീഖാണ്, രണ്ട് ഷഹീദാണ് എന്ന് അന്ന് പ്രഖ്യാപനം നടത്തി. ആരാണ് ഈ രണ്ട് ഷഹീദ് എന്ന് പിൽക്കാലത്ത് അവർക്ക് മനസ്സിലായി. അന്ന് ആരാണ് ഷഹീദ് എന്ന് അറിഞ്ഞിരുന്നില്ല. ആ രണ്ട് ഷഹീദാണ്, ഒന്ന് സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂ ലുഅലുഅത്തിന്റെ കുത്തേറ്റ് കൊണ്ട് നിസ്കാരമുസല്ലയിൽ ഉടഞ്ഞു വീണ സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. അതേപോലെ നമ്മൾ രാവിലെ സിയാറത്ത് ചെയ്ത സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഇവർ രണ്ടുപേരും രക്തസാക്ഷികളാണ്. അവർ കയറിയപ്പോഴായിരുന്നു ഉഹദ് ചലിച്ചത്. അതേ സമയത്താണ് പറഞ്ഞത്, അടങ്ങും, അലൈക നബിയ്യുൻ വസിദ്ദീഖുൻ വശഹീദാനി. ആ രണ്ട് രക്തസാക്ഷികളാണ്. ഇവരെ ആണ് ഏറ്റെടുക്കുകയും അവരോട് സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്ത ഉഹദ് മലയുടെ താഴ്വരയിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ എത്താൻ വേണ്ടി പോകുന്നത്. അല്ലാഹു ജല്ല ജലാലുഹു അതൊക്കെ കാണാനുള്ള കഴിവും തൗഫീഖും നമുക്ക് തന്നു. അൽഹംദുലില്ലാഹ്. ഇതൊന്നും ചെറിയതല്ല. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. എത്ര തന്നെ റബ്ബിനെ സ്തുതിച്ചാലും മതി വരില്ല. ആളുകൾ നിൽക്കുന്ന ഈ ചെറിയ കുന്നാണ് ജബലുർ റുമാത്ത്. നിങ്ങൾ കാണുന്നുണ്ടോ? നമ്മളെ മുമ്പിൽ കാണുന്ന അതാണ്. നേരത്തെ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയുടെ ചാരെ ഒരു പള്ളി ഉണ്ടായിരുന്നു, ഖുബ്ബത്തു ഹംസ എന്നറിയപ്പെടുന്നു. പിന്നീട് അത് പൊളിച്ചു, അതെല്ലാം തകർത്തു. ഈ അടുത്തായി വന്ന പള്ളിയാണ് മസ്ജിദ് ഉഹദ്. നമ്മുടെ മുമ്പിൽ കാണുന്ന ആ വലിയ പള്ളി അത് പിൽക്കാലത്ത് വന്നതാണ്. അല്ലാഹ് സ്വർഗ്ഗകവാടത്തിലേക്ക് ഉയർത്തപ്പെടുന്ന ഉഹദ് താഴ്വരയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞ് ഇതിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ എല്ലാ വിഷമങ്ങളും ദൂരീകരിച്ചു വരുമാറാകട്ടെ. وبحمزة الكرار عن المصطفى أسد الإله وسيد الشهداء. ഞങ്ങളുടെ ബസ് ഉഹദിലെ പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തുകയാണ്. ഇനി നമുക്ക് ഉഹദ് യുദ്ധത്തിൻ്റെ ചരിത്രം എന്താണെന്ന് ഒന്ന് നോക്കാം. ഹിജറ 3-ാം വർഷം ശവ്വാൽ മാസത്തിലാണ് ചരിത്രപ്രസിദ്ധമായ ഉഹദ് യുദ്ധം നടന്നത്. ബദറിൽ നേരിട്ട പരാജയത്തിന് പകരം വീട്ടാൻ അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ 3000-ഓളം വരുന്ന ഖുറൈശികളുടെ പട മദീനയിലേക്ക് പുറപ്പെട്ടു. ഇത് അറിഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 1000 അനുയായികളുമായി ഉഹദിലേക്ക് പുറപ്പെട്ടു. ഇതിൽ വഴിയിൽ വെച്ച് കപടവിശ്വാസികളായ 300-ഓളം പേർ പിന്തിരിഞ്ഞുപോയി. അങ്ങനെ 700-ഓളം പേർ മാത്രമാണ് ഉഹദിലേക്ക് പോയത്.
ഈ ഉഹുദ് യുദ്ധഭൂമിയിൽ 70ഓളം പേർ ഷഹീദാവുകയും ചെയ്തു എന്നതാണ് ഉഹുദ് യുദ്ധത്തിൻ്റെ കണ്ണീരിൽ ചാലിച്ച ചരിത്രം നമ്മോട് പറയുന്നത്. ഈ ആളുകൾ കയറി നിൽക്കുന്ന മലയാണ് ജബലുർ റുമാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നബി തങ്ങൾ അമ്പെയ്ത്തുകാരായ പടയാളികളെ അണിനിരത്തിയത് ഈ മലമുകളിലായിരുന്നു. മനുഷ്യരുടെ നിരന്തരമായ ഇടപെടൽ കാരണം ഈ മലയ്ക്ക് വലിയ തോതിലുള്ള ശോഷണം സംഭവിച്ചതായി പറയപ്പെടുന്നു. ദൂരെയായി കാണുന്ന നീണ്ടു കിടക്കുന്ന മലനിരകളാണ് ഉഹുദ് മലനിരകൾ. നബി തങ്ങൾക്ക് യുദ്ധത്തിൽ പല്ല് പൊട്ടുകയും ശരീരത്തിൽ നിന്ന് മുറിവേറ്റ് രക്തം വാർന്നൊഴുകുകയും ചെയ്തപ്പോൾ സ്വഹാബികൾ ഉഹുദിലെ 2 മലകൾക്ക് ഇടയിലുള്ള സ്ഥലത്തേക്ക് തങ്ങളെ കൊണ്ടുപോവുകയുണ്ടായി. ആ മലയിടുക്കുകൾ നമുക്ക് ഇവിടെ നിന്നും കാണാൻ പറ്റും. അവിടേക്ക് മുമ്പൊക്കെ പ്രവേശനം അനുവദിച്ചിരുന്നെങ്കിലും ഇപ്പോൾ അനുവാദമില്ലെന്നാണ് പറയുന്നത്. ആ മലയിടുക്കുകളിൽ കസ്തൂരിയുടെ സുഗന്ധമുള്ളതായും പറയപ്പെടുന്നു. ഉഹുദ് ശുഹദാക്കളുടെ ഖബർസ്ഥാനം ചുറ്റുമതിലും വേലിയും കെട്ടി ചുറ്റിലും ഗ്ലാസിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ഇവിടെ വന്ന് കണ്ടുപോകുന്നതിനല്ലാതെ ഇവിടെ നിന്നും പ്രാർത്ഥന നടത്തുന്നത് പോലും പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. നബി തങ്ങളുടെയും സഹാബാക്കളുടെയും ചുടുരക്തം വീണ് പവിത്രമായ ഈ പുണ്യഭൂമി കണ്ട് ആ യുദ്ധരംഗങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചെടുക്കുമ്പോൾ നമ്മുടെ പിൻതലമുറകളുടെ ധീരമായ ജീവിതം മനസ്സിൽ മായാതെ നിൽക്കും. വലിയ പുരോഗതിയിലേക്ക് വളരെ സന്തോഷമാണ്. ഇതിനെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ചാൻസ് ഉണ്ടാക്കുന്ന സഹോദരൻ അല്ലാഹുവേ അവന് ബർക്കത്ത് നൽകണേ എല്ലാവിധ ബുദ്ധിമുട്ടുകളും അവരെ ഞങ്ങളെല്ലാവരെയും ഇതിൽ വന്ന് ഞങ്ങളൊന്ന് ഈമാനിന്റെ മാറ്റി വർദ്ധിപ്പിച്ചു തരണേ ഈമാനിന്റെ മാറ്റി വർദ്ധിപ്പിച്ചു തരണേ യാതൊരു വേച്ചമില്ലാത്ത പരിക്കുമില്ലാത്ത കരുത്തുറ്റ ഈമാനിന്റെ ഉടമകളാക്കിയ അനുകൂല സാക്ഷിയാക്കി സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ കാണാൻ ഞങ്ങൾക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മക്ക മദീന യാത്രയിലെ മറ്റ് വീഡിയോകളും ചാനൽ കാണുക. ബൈ.